കോഴിക്കോട് വടകരയിൽ 3 അധ്യാപകരടക്കം 5 പേർ അറസ്റ്റിലായ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായ ഷിൻഡോ ബാബുവാണ് മാഫിയയ്ക്ക് ഈ സംഘത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അധ്യാപികമാർക്ക് അക്കൗണ്ടിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബുവിനായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നതായിരുന്നു പതിവ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഈ റാക്കറ്റിന്റെ പ്രധാന കണ്ണി ആരാണ് എന്നായിരുന്നു ചോദ്യം. കാരണം അധ്യാപികമാർക്കോ ഈ ഡെലിവറി ബോയ്ക്കോ മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സംവിധാനമല്ല ഇത്. ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലൂടെയൊക്കെ പലതവണയാണ് 2000-3000 രൂപയൊക്കെ വന്ന് മറിഞ്ഞിരിക്കുന്നത്. ഈ പണമൊക്കെ എങ്ങോട്ട് പോയത് അന്വേഷണത്തിലാണോ ഈ 22-കാരനായ ഷിൻഡോ ബാബുവിലേക്ക് പോലീസ് സംഘം എത്തിയത്? തീർച്ചയായും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇതിന്റെ ഒരു ആസൂത്രകനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിൽ പണം ഈ ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ബോയ് ആയ കണ്ണൂർ സ്വദേശിയായ യുവാവിന് എത്തിയതായി കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും ആ പണം എങ്ങോട്ട് പോയി എന്ന അന്വേഷണമാണ് ഇത് ഈ ഷിൻഡോ എന്ന വയനാട് സ്വദേശിയായ 22-കാരനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാളാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു. വയനാട് സ്വദേശിയായ ഒരാളാണ് ഇതിന്റെ ഒരു ആസൂത്രകനായി നിലനിന്നത് എന്ന്. അക്കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. പക്ഷേ ഇയാളെ ഇപ്പോൾ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുകയാണ്. ഇയാൾ കർണാടക അടക്കമുള്ള ഇടങ്ങളിലേക്ക് കടന്നു കളഞ്ഞു എന്ന ഒരു സംശയമാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. എന്തായാലും അയൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രീകരിച്ച് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ട്. ഇയാളാവണം ഒരുപക്ഷെ അന്തർ സംസ്ഥാന ലോബികൾ, ഈ മയക്കുമരുന്ന് വിപണനവും വ്യാപാരവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇടപെട്ട് നിൽക്കുന്ന ലോബികളുണ്ട്. അത്തരം ലോബികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചതെന്നാണ് പോലീസിന്റെ ഒരു കരുതൽ. ഒരുപക്ഷെ ഈ കോഴിക്കോട് ജില്ലയിലെ അധ്യാപകമാർ മാത്രമല്ല മറ്റിടങ്ങളിലെയും സമാനമായ പലതരത്തിലുമുള്ള ജോലിക്കാരെ ഇയാൾ സ്വാധീനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇനി പോലീസിന്റെ അന്വേഷണം നേരിടേണ്ടതുണ്ട്. എന്തായാലും വളരെ വിപുലമായ ഒരു ശൃംഖല തന്നെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറസ്റ്റിലായ ആളുകളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഈ അധ്യാപികമാരെ അടക്കം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും പിന്നീട് ഇവരെ വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കേസിൽ അനിവാര്യമാണ് എന്ന് പോലീസ് പറയുന്നു. ഒപ്പം ഈ അധ്യാപികമാരൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതിന്റെ പിന്നിലുള്ള ശക്തികളെ കുറിച്ചുള്ള അന്വേഷണവും നടക്കും. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ ലഹരി ഉപയോഗം എന്ന രീതിയിലേക്കായിരുന്നു അധ്യാപികമാർ എത്തിയിരുന്നത്. പിന്നീട് ഈ ലഹരി ഉപയോഗമാണ് പണത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പണം കണ്ടെത്തുകയും വേണം. ഒപ്പം തങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്താൻ അനിവാര്യമായ ഒരു പണത്തിനെ കുറിച്ചും ഇവർ ബോധവാന്മാരാവുകയും പിന്നീട് ലഹരി കടത്തിലേക്ക് മെല്ലെ നീങ്ങുകയായിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ കുട്ടികൾക്കോ മറ്റോ ഈ ലഹരി നൽകി എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം പോലീസിന് ലഭിച്ചിട്ടില്ല. കാരണം ഈ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്നോ അങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു ലഹരി വിൽപ്പന നടത്തി എന്നത് സംബന്ധിച്ച് തെളിവോ പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ വളരെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു വരികയാണ്. ഇനി ഈ ഷിൻഡോയെ കസ്റ്റഡി എടുക്കുമ്പോഴാവും ഈ ഏത് ശക്തിയാണ് ഈ ലഹരി കടത്തിന് പിന്നിൽ. അതാണ് അനീഷ്, ഈ ഷിൻഡോ മാത്രമായിരിക്കില്ല, ഷിൻഡോ ഇതിന്റെ മറ്റൊരു തലമായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളായിരിക്കാം, അതിന് മുകളിലുള്ള ആളുകളുണ്ടാകാം. ഈ ഷിൻഡോയെ കുറിച്ച് എവിടെയാണെന്ന് സംബന്ധിച്ച് വിവരമുണ്ടോ? ഇയാളതോ മുങ്ങിയിരിക്കുകയാണോ? ഇതിന്റെ മോൾ തലങ്ങളിലേക്കുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഈ പണത്തിന്റെ ഈ മയക്കുമരുന്നും ഇത്തരം സംവിധാനങ്ങളൊക്കെ വരുന്ന ഒരു സോഴ്സും കാര്യങ്ങളും മറ്റും കാണും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. നേരത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അത്തരം ആളുകളെ കൂടി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും, അത് അന്യ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഉള്ള ഓപ്പറേഷനൊക്കെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം അന്വേഷണങ്ങളെ കൂടി കടക്കേണ്ടതുണ്ട് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. തീർച്ചയായും ഈ ഷിൻഡോയ്ക്ക് പിന്നിൽ ആര് എന്നതാണ് ഈ ഒരു ശൃംഖലയുടെ വേറെടുക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പോലീസ് തന്നെ പറയുന്നു. കാരണം കേവലം 2.8 ഗ്രാം MDMA പിടികൂടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ അന്വേഷണമാണ് ഇത്ര വിപുലമായ ഒരു ശൃംഖലയെ കുറിച്ചുള്ള വിവരത്തിലേക്ക് പോലീസിനെ നയിച്ചത്. വടകര സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിനെയാണ് ആദ്യം പിടികൂടിയത്. ഇയാള് കേവലം 2.8 ഗ്രാം MDMA-യുമായാണ് പിടികൂടിയത്. പിന്നീട് ഇയാളുടെ ഈ കോൺടാക്ട് വിശദാംശങ്ങളും അക്കൗണ്ട് രേഖകളും പരിശോധിച്ചപ്പോഴാണ് ഈ അധ്യാപികമാരുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. പിന്നീട് ഈ അധ്യാപികമാരുടെ ഫോണും അക്കൗണ്ടും വിശദാംശങ്ങളും പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ലഭിക്കുന്ന ആ ശമ്പളത്തിന്റെയൊക്കെ എത്രയോ മടങ്ങ് തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു കണ്ടെത്തിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ
ധനാഢ്യരായി മാറിയ ഇവരുടെ ജീവിതശൈലിയിൽ പ്രകടമായ മാറ്റം വരുന്നു. ആഡംബര കാറുകൾ വാങ്ങുന്ന അടക്കമുള്ള രീതിയിലേക്ക് ഇവരുടെ ജീവിതം മാറുകയും ചെയ്യുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഈ കണ്ണൂർ സ്വദേശിയായ യുവാവിലേക്ക് ഡെലിവറി ബോയിലേക്ക് എത്തുന്നത്. അയാളുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 1 കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ അധ്യാപികമാർ നടത്തിയതെന്നും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കണ്ണൂർ സ്വദേശിയുടെ ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ നിന്നും പണം എങ്ങോട്ട് പോയി എന്ന ഒരു തെരച്ചിൽ പോലീസ് നടത്തുകയും അത് ഷിൻഡോയിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഷിൻഡോയെ കസ്റ്റഡിയിൽ എടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഷിൻഡോയെ പിടികൂടാൻ കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഷിൻഡോയിൽ നിന്നും പണം ഒഴുകിയത് എന്ന ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണികൾ എവിടൊക്കെ വരെ നീളുന്നു, ഏതൊക്കെ തരത്തിലാണ് ഇവർ ആളുകളെ വലയിൽ വീഴ്ത്തിയിരുന്നത്, ഈ കൂടുതൽ യുവതികൾ ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വിപണനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനകൾ നടത്തും. നേരത്തെ ഈ കാവ്യ പേരാമ്പ്രയിൽ ബൺമസ്ക പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയത് പോലും ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾക്ക് വേണ്ടിയാണ് എന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ടായിരുന്നു. നാട്ടുകാരടക്കം ഇക്കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ആളുകളാണ്, യുവാക്കളടക്കം നിരവധി പേരാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചിരുന്നത്. ഇത്തരത്തിൽ അയച്ച യുവാക്കളെ ഓരോരുത്തരെയും കണ്ടെത്തുക എന്നത് പോലും അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ജോലിയായി മാറുമ്പോൾ വളരെ വിപുലമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ അനിവാര്യമായി മാറുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ വിശദമായ വ്യാപകമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 3 അധ്യാപികമാർ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഒരു ഡെലിവറി ബോയ് ഇവരുമായി ബന്ധപ്പെടുന്നു. ഇവർ അടക്കം പണത്തിലെ ട്രാൻസാക്ഷൻ നടത്തുന്നു. ഇപ്പോൾ ജിൻഡോ എന്ന മറ്റൊരു കണ്ണി കൂടി, തലപ്പത്തുള്ള ഒരാൾ കൂടി, വയനാടുകാരനാണ്. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ കണ്ണികൾ വലുതാവുകയാണ്, അന്വേഷണവും വിപുലീകരിക്കുകയാണ്.